ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭൂരിഭാഗം പേരും പറയുന്നത് അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ചായിരിക്കും. പേടിയോ ടെൻഷനോ ഒന്നുമില്ലാതെ ശരിക്കും നാം ആസ്വദിച്ചിരുന്നത് ഈ കാലഘട്ടം തന്നെയായിരിക്കും. എന്നാൽ എല്ലാവർക്കും ഇത് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നിറം മങ്ങിയ ബാല്യകാലമുള്ളവരും നമുക്കിടയിൽ തന്നെയുണ്ട്. ബാല്യത്തിൻ്റെ ലാളനയോ സ്നേഹമോ ഒന്നും ലഭിക്കാത്ത ഒരുപക്ഷെ നിർഭാഗ്യർ എന്ന് വിളിക്കേണ്ട ചില ആളുകൾ. ഇന്നലെയായിരുന്നു ആലപ്പുഴ മാന്നാറിൽ ഭാര്യയെ മകളുടെ മുമ്പിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ കോടതി വിധിച്ചത്. മാന്നാർ ആലമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ ജയന്തിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി കുട്ടിക്കൃഷ്ണനെ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2004 കേസിന് ആസ്പദമായ സംഭവം. ഏപ്രിൽ 2 പകൽ 3 ഈ ക്രൂരകൃത്യം അരങ്ങേറിയത്. ജയന്തിയെ സംശയമായിരുന്ന കുട്ടിക്കൃഷ്ണൻ 1.25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മകളുടെ മുമ്പിൽ വെച്ചാണ് ജയന്തിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കത്തി, ഉളി, ചുറ്റുക എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു പ്രതി കുറ്റകൃത്യം നടത്തിയത്. സംഭവത്തിന് പിന്നാലെ അടുത്ത ദിവസം കുട്ടിക്കൃഷ്ണൻ മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി ഭാര്യ മരിച്ച വിവരം അറിയിച്ചു. തുടർന്ന് മാന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് കേസിൽ ജാമ്യം കിട്ടിയ കുട്ടിക്കൃഷ്ണൻ ഒളിവിൽ പോവുകയായിരുന്നു. ദീർഘകാലം ഒളിവിൽ തുടർന്ന പ്രതിയെ 2023 പോലീസ് വീണ്ടും പിടികൂടിയത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ആലപ്പുഴയിലും സമാന സംഭവം ഉണ്ടായത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ തറയിൽക്കടവിൽ വിഷ്ണുവിനെ ഭാര്യ ആതിരയുടെ ബന്ധുക്കൾ 7 വയസ്സുകാരിയായ മകളുടെ കൺമുമ്പിൽ വെച്ചാണ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. വിഷ്ണുവും ഭാര്യയും 1.5 വർഷമായി പിണങ്ങി കഴിയുകയായിരുന്നു. മകളെ ധാരണപ്രകാരം രണ്ടുപേരും മാറി മാറിയാണ് പരിചരിച്ചിരുന്നത്. ഇത് പ്രകാരം മകളെ തിരിച്ചേൽപ്പിക്കാൻ ഭാര്യ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ ക്രൂരകൃത്യം നടന്നത്. കുട്ടി അച്ഛനൊപ്പം പോകണമെന്ന് വാശി പിടിച്ചു. എന്നാൽ ഇതിൽ ദേഷ്യപ്പെട്ട ആതിര കുഞ്ഞിനെ അടിച്ചു. ഇതേ ചൊല്ലി വിഷ്ണുവും ആതിരയും തമ്മിൽ വഴക്കായി. ഇതിനിടെ വിഷ്ണു ആതിരയെ അടിച്ചു. ഇത് കണ്ട് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സമീപവാസികളായ ആതിരയുടെ ബന്ധുക്കൾ വിഷ്ണുവിനെ പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതെല്ലാം ഇവരുടെ കുഞ്ഞുമകളുടെ മുമ്പിൽ വെച്ചായിരുന്നു സംഭവിച്ചത്. ഒരു നിമിഷത്തിന്റെ എടുത്തുചാട്ടത്തിൽ ആ കുഞ്ഞിന് നഷ്ടമായത് സ്വന്തം അച്ഛനെയായിരുന്നു. ഇവിടെ ഈ 2 കേസുകളിലും സത്യത്തിൽ ബലിയാടുകളായത് കൊല്ലപ്പെട്ടവരോ കൊല ചെയ്തവരോ അല്ല. ഒന്നും അറിയാതെ എല്ലാത്തിനും മൂകസാക്ഷിയായി നിന്ന ആ കുഞ്ഞു ജീവനുകളാണ്. കാലം എത്ര കഴിഞ്ഞാലും ഇവരുടെ ഉള്ളിൽ നിന്ന് ആ കാഴ്ചയും ഓർമ്മയും മായുമോ? ഭാവിയിൽ ഇത്തരം ഓർമ്മകളും കാഴ്ചകളും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു മെന്റൽ ട്രോമ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്? മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും ലാളനയുമൊക്കെ കിട്ടേണ്ട പ്രായമാണ് കുട്ടിക്കാലം. അത് ലഭിക്കാത്തതും അവഗണിക്കപ്പെടുന്നതും വ്യക്തി രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ വളരുന്ന കുട്ടികൾക്ക് വിഷാദവും ഉത്കണ്ഠയും വരാം. ഈ കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ പല ആരോഗ്യ മാനസിക പ്രശ്നങ്ങളും ഇവരുടെ വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടാകും. സാമൂഹ്യ ജീവിതം ഇനി എങ്ങനെ നയിക്കണമെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായവരുമുണ്ട്. കുട്ടിക്കാലം നിരന്തരം ഇത്തരം കാഴ്ചകൾ കണ്ടുവന്ന ഒരു കുട്ടിക്ക് പിന്നീട് പാനിക് അറ്റാക്ക്, അമിത ദേഷ്യം, അമിതമായ സങ്കടം, ഡിപ്രഷൻ, ആത്മഹത്യാ പ്രവണത, സ്വയം മുറിപ്പെടുത്തൽ എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. കളിച്ചു ചിരിച്ചു വളരേണ്ട അവരുടെ ഈ പ്രായത്തിൽ കൈപ്പാർന്ന അനുഭവങ്ങളും കോടതിയും പോലീസുമെല്ലാമായി അവരുടെ ജീവിതത്തിന്റെ സന്തോഷം നമ്മൾ തന്നെ തല്ലിക്കെടുത്തണം.